ശബ്ദബ്രഹ്മം, നാദബ്രഹ്മം, അക്ഷരബ്രഹ്മം എന്നറിയപ്പെടുന്ന ഓങ്കാരം, ആ ഉ മ് മൂന്ന് ശബ്ദങ്ങൾ ചേർന്ന ഓങ്കാരം, അവസാനത്തെ ബിന്ദു നാലാം പാദം തുരീയം, സാക്ഷീഭൂതമായിരിക്കുന്ന പരബ്രഹ്മം. ഓങ്കാരം ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മം എന്ന് ഭഗവത്ഗീതയിലും കഠോപനിഷത്തിലും നമുക്ക് ശ്ലോകം കാണാം. ഓം എന്നത് ബ്രഹ്മം തന്നെയാകുന്നു, ഈശ്വരൻ തന്നെയാകുന്നു, യാതൊരു സംശയവുമില്ല. സനാതനധർമ്മത്തിന്റെ ഏറ്റവും മൂല്യമായിട്ട് നിൽക്കുന്ന മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഇതിഹാസ ഉപനിഷത്തുക്കൾക്കും ശ്രുതി സ്മൃതികൾക്കും എല്ലാം ആദി കാരണമായി നിൽക്കുന്നത് ഈ ഓങ്കാരമാണ്. എല്ലാം ഉത്ഭവിക്കുന്നത് ഈ ഓങ്കാരത്തിൽ നിന്നുമാണ്. സകല വേദങ്ങളും സകല ശാസ്ത്രങ്ങളും വന്നിട്ടുള്ളത്. കാരണം ഓം എന്നത് ഭഗവാൻ തന്നെയാകുന്നു. അന്ത്യസമയത്ത് ശരീരം വിടുമ്പോൾ എന്നെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഓങ്കാരത്തെയും സ്മരിക്കുക. ഓങ്കാരത്തെ സ്മരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വിടുന്നവൻ എന്റെ ലോകത്തെ പ്രാപിക്കുന്നു, മോക്ഷം നേടുന്നു, അവന് പിന്നെ പുനർജന്മമില്ല എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഓങ്കാരം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശബ്ദസ്വരൂപമാണ്. ശ്രുതിയായിട്ടുള്ള വേദ ഉപനിഷത്തുക്കൾ വന്നിട്ടുള്ളതും ഈ ഓങ്കാരത്തിൽ നിന്നുമാണ്. ഓങ്കാരത്തെപ്പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. സനാതനധർമ്മത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഓങ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓങ്കാരത്തെക്കുറിച്ച് വർണ്ണിക്കാത്ത ഒരു ഗ്രന്ഥം പോലും സനാതനധർമ്മത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. എല്ലാ ദർശനങ്ങളിലും ഒരുപോലെ ഓങ്കാരത്തെ പറ്റി പറയുന്നു. പ്രത്യേകിച്ച് ആസ്തിക ദർശനവും ആസ്തിക ദർശനത്തിന്റെ ഉപശാഖയായിട്ടുള്ള വേദാന്തം, വേദാന്തത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, സിദ്ധാദ്വൈതം തുടങ്ങിയ എല്ലാം തന്നെ ഷഡ്ദർശനങ്ങളിലും പതഞ്ജലി മഹർഷി തന്റെ യോഗാസൂത്രത്തിലെ ഓങ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ കുരിശിനെ ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നമായി കാണുമ്പോൾ ഇസ്ലാം മതത്തിനെ പ്രതിപാദിക്കുന്നതിനായിട്ട് ചിഹ്നമായിട്ട് ചന്ദ്രക്കലയും നക്ഷത്രവും പറയുന്ന സമയത്ത് ഹൈന്ദവര് ഓങ്കാരത്തെയാണ് ചിഹ്നമായി പറയാറ്. അങ്ങനെയും നമുക്ക് കാണാം. എന്നാൽ അതാണോ ഓങ്കാരം? കേവലം നമ്മുടെ ഒരു ചിഹ്നമല്ല നമുക്ക് ഓങ്കാരം. ഓങ്കാരം നമുക്ക് എല്ലാമാണ്, എല്ലാമാണ്, എല്ലാമായിട്ടുള്ള ഈശ്വരനാണ്. സകല ശാസ്ത്രങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്നത് ഈ ഓങ്കാരമാണ് എന്ന് പറയുന്നു. കാരണം 4 വേദങ്ങളും വന്നിട്ടുള്ളത്, ഉത്ഭവിച്ചിട്ടുള്ളത് ഓങ്കാരത്തിലാണ്. എല്ലാ മന്ത്രങ്ങൾക്ക് മുൻപിലും നമുക്ക് ഓങ്കാരം കാണാം. ഓങ്കാരം ചേർക്കാത്ത, ഓങ്കാരമില്ലാത്ത ഒരു മന്ത്രവും നമുക്ക് വേദങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഋഗ്വേദം, യജുർവേദം, സാമവേദം 4 വേദങ്ങളിലും ഓങ്കാരത്തിന്റെ മാഹാത്മ്യം അതിഗംഭീരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം 4 വേദങ്ങളിൽ നിന്ന്. അതുപോലെ 2 ഇതിഹാസങ്ങളിലാണെങ്കിൽ മഹാഭാരതത്തിൽ പല ഗീതകൾ വരുന്നുണ്ട്. നിരവധി വരുന്ന ഗീതകളിൽ ഈ ഓങ്കാരത്തെ പറ്റി പുകഴ്ത്തപ്പെടുന്നു. അതുപോലെ രാമായണം മറ്റൊരു ഇതിഹാസം. രാമായണത്തിലും രാമഗീതയിൽ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ ഓങ്കാരത്തെ പറ്റി പറയുന്നു. 18 പുരാണങ്ങളിലും ഓങ്കാരത്തിന്റെ മാഹാത്മ്യം കാണാം. പ്രത്യേകിച്ച് പത്മപുരാണത്തിൽ, സ്കന്ദപുരാണത്തിൽ ഓങ്കാരത്തെ പറ്റി ഗംഭീരമായി വർണ്ണിക്കുന്നു. ഭാഗവത പുരാണത്തിലും ഓങ്കാര മഹിമ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ള ബ്രഹ്മസൂത്രത്തിൽ ഓങ്കാരത്തെ പറ്റി പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ 8ാം അധ്യായം, 9ാം അധ്യായം, 10ാം അധ്യായം, 13ാം അധ്യായത്തിലുള്ള ഓങ്കാരത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ സ്വയം ഓങ്കാരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുമെല്ലാം ഓങ്കാരത്തിന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കുക. ഇനി ഉപനിഷത്തുക്കൾ എടുക്കുകയാണെങ്കിൽ 108 ഉപനിഷത്തുക്കളിൽ ഒരു പ്രണവോപനിഷത്ത്, ഓങ്കാരത്തിന് വേണ്ടി ഒരു ഉപനിഷത്ത് കാണാം. ദശോപനിഷത്തുകളിൽ മുണ്ടകോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, പ്രത്യേകിച്ച് മാണ്ഡുക്യോപനിഷത്ത് ഓങ്കാരത്തിന്റെ വ്യാഖ്യാനമാണ്. ഓങ്കാരത്തെക്കുറിച്ച് പറയാത്തത് എവിടെയാണുള്ളത്? എല്ലായിടങ്ങളിലും ഓങ്കാരത്തെ കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്മൃതി ഗ്രന്ഥങ്ങളിലും മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളിലും ഓങ്കാരത്തിന്റെ മാഹാത്മ്യം നമുക്ക് കാണാം. ശ്രുതി, സ്മൃതി, ഇതിഹാസ പുരാണങ്ങളെല്ലാം ഒരേ സ്വരത്തില് ഓങ്കാരത്തിന്റെ മഹിമ പറയുന്നു, ഓങ്കാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു, ഓങ്കാരത്തിന്റെ മാഹാത്മ്യങ്ങളെ കുറിച്ച് പറയുന്നു. ഓങ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾ അത് കാണുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക. ഇനി തന്ത്രകൃതികൾ എടുക്കുകയാണെങ്കിൽ തന്ത്രകൃതികളിലും നമുക്ക് ഓങ്കാരത്തിന്റെ മാഹാത്മ്യം കാണാൻ സാധിക്കും. മഹാനിർവാണ തന്ത്രത്തിലെ 7ാം അധ്യായത്തില് ഓങ്കാരത്തിന്റെ മഹിമയെ പറ്റി വർണ്ണിക്കുന്നു. അതുപോലെ തന്ത്രത്തിന്റെ ഭാഗമായി വരുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ഓങ്കാരത്താൽ നിർമ്മിതമാണ്. എല്ലാ മന്ത്രങ്ങളിലും ഓങ്കാരം ചേർത്താണ് നമ്മൾ ചൊല്ലുന്നത്. ഓങ്കാരമില്ലാതെ സനാതന ധർമ്മമില്ല. സനാതന ധർമ്മത്തിന്റെ ഉത്ഭവം തന്നെ ഈ ഓങ്കാരത്തിൽ നിന്നുമാണ്. ഈ ഓങ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ മലയാളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഓങ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓങ്കാരത്തെക്കുറിച്ച്, ഓങ്കാര ഉപാസനയെക്കുറിച്ച് പറയുന്ന ഒരു അപൂർവ ഗ്രന്ഥം പ്രണവോപാസന.
ഇത് രചിച്ചിരിക്കുന്നത് ശ്രീമദ് വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികളാണ്. ഓംകാരത്തെ കുറിച്ച് പറയുന്ന ഒരു അപൂർവ കൃതിയാണിത്. വളരെ അപൂർവമായ കൃതി, ഗംഭീരമായ ഒരു കൃതിയാണ്. ഇത് പ്രസാദനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ തീർത്ഥപാദാശ്രമമാണ്, വാഴൂർ. വളരെ അപൂർവമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. പ്രണവോപാസന. പ്രണവമന്ത്രത്തെക്കുറിച്ച്, ഓംകാരത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം. ഓംകാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു ഗ്രന്ഥം പ്രണവം. ഇത് രചിച്ചിരിക്കുന്നത് സ്വാമി ചിദാനന്ദപുരിയാണ്. ലളിതമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക വിധത്തില് മനോഹരമായൊരു രചനയാണ് ചിദാനന്ദപുരി സ്വാമികൾ നിർവഹിച്ചിട്ടുള്ളത്. ഓംകാരത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഗ്രന്ഥം പ്രണവം. ഓംകാരത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഗ്രന്ഥം പ്രണവ സാധന രഹസ്യം. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ആചാര്യശ്രീ രാജേഷാണ്. ഓംകാരത്തെക്കുറിച്ച് പറയുന്ന ലളിതമായ കൃതികളിൽ, ലഘുവായിട്ടുള്ള കൃതികളിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കൃതിയാണ്, പ്രണവ സാധന രഹസ്യം. പ്രണവ മന്ത്രാർച്ചന ചെയ്യുന്ന വിധം താന്ത്രികമായ രീതിയിൽ ഓംകാരത്തെ വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ ഏതേത് ഗ്രന്ഥങ്ങളിലെല്ലാം ഓംകാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ, ടെക്സ്റ്റുകളെ ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഓംകാര സാധനയെക്കുറിച്ചും ധ്യാനയോഗ മാർഗത്തിലൂടെ പ്രണവസാധന ചെയ്യുന്ന രീതിയെല്ലാം ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. ഇത് രചിച്ചിരിക്കുന്നത് ആചാര്യശ്രീ രാജേഷാണ്. ഗ്രന്ഥത്തിന്റെ പേര് പ്രണവ സാധന രഹസ്യം.